അഭിഷേക് വിനോദ് പോട്ടെ. ിക്കാലും കേട്ടോ, ആക്സിഡൻറ്റ് കൊടുത്തേക്കല്ലേ, സുരക്ഷിതമായ അകലം വേണം. നിങ്ങൾ മൂലായിട്ട് കൊണ്ടുപോകും. ഇങ്ങോട്ട് വേണം നോക്കുന്ന, പറയുന്ന വരുന്ന വണ്ടി ഉണ്ടാവും, ഓൺ അടിക്കണം കേട്ടോ. ബ്രേക്കോട്ട് ബ്രേക്കോട്ട് അവിടെ നിന്ന് അങ്ങനെ വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ട് റോഡിലോട്ട് കയറി വരും. അങ്ങനെ വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതിനെ ചേർന്ന് ഫ്രണ്ട് നടക്കോട്ട് കയറും. അപ്പോൾ അത് നോക്കി വേണം നമ്മളങ്ങ് കടന്നു പോകാം കേട്ടോ. സൈൻ ബോർഡൊക്കെ നോക്കി പോകണം കേട്ടോ. ഇതിൻ്റെ സ്പീഡല്ല, 30 കിലോമീറ്റർ സ്പീഡാണ്, 30 കിലോമീറ്ററിൻ്റെ സ്പീഡ് കേട്ടോ. ഇപ്പം നമുക്ക് കാണുമ്പോൾ നമ്മളിവിടെ നല്ല എളുപ്പമായിട്ട് നമുക്കിതൊരു 50 കിട്ട് ഓടിക്കാൻ തോന്നും കേട്ടോ. ഇവിടെ 30 കിലോമീറ്റർ സ്പീഡാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം 30 കിലോമീറ്റർ സ്പീഡിലോട്ട് വരണം, 30 താഴെയുള്ള സ്പീഡിലോട്ട് കേട്ടോ. അല്ല നമുക്കിത് കാണുമ്പോൾ അങ്ങ് പാഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇവിടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ട്. അതുകൊണ്ട് 30 കിലോമീറ്റർ സ്പീഡ്, 30 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടൊക്കെ എത്രയാണ്. അപ്പം ഏത് കയറിൽ പോകണം? അതിനൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഓവർടേക്ക് പാടില്ല. ഇതുണ്ടോ ചുമല കെടുവും തെളിയും ചെയ്യുന്നത് കേട്ടോ. അവിടെ എന്ത് ചെയ്യണം? നിർത്തിയിട്ട് അപകടമില്ലെന്ന് അല്ലേ? എങ്ങനെ നിർത്തിയിട്ട് അപകടമില്ലെന്ന് ഉറപ്പാക്കി കടന്നു പോവാം കേട്ടോ. മഞ്ഞാണെങ്കിൽ സ്ലോ ചെയ്ത് ശ്രദ്ധിച്ചാണ് പോവാം കേട്ടോ. പള്ളി ശങ്കരപ്പള്ളിയാണ്. ഇതിൽ കൂടുതലൊന്നും ഡ്രൈവിംഗ് എടുക്കുന്ന ആശാന ചെയ്യാനില്ല കേട്ടോ. സ്വന്തമായിട്ട് ഒരു 10,000 കിലോമീറ്ററൊക്കെ സ്വന്തം വണ്ടി അങ്ങ് ഓടിച്ചാൽ അങ്ങോട്ട് വഴക്കുമാകുന്നു. ഒരു 2 കൊല്ലത്തേന് അത് 60 കിലോമീറ്റർ കൂടുതലുള്ള സ്പീഡിന് ഒരിക്കലും വണ്ടി ഓടിച്ചാൽ കേട്ടോ. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരാണ് ഈ സ്പീഡ് കൂടി പോകുന്നത്. ആ നിയമങ്ങളെല്ലാം അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ 60 കിലോമീറ്റർ കൂടുതൽ സ്പീഡിന് വണ്ടി 2 കൊല്ലത്തേന് ഓടിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവിംഗ് അടിച്ചിട്ട് തിരിച്ചു പോയില്ലേ, അന്ന് ഒരു ബസ്സിന് വൈകിട്ട് ശക്തി ബസ്സിന് പോവായിരുന്നു. അവിടെ 6-ാം മൈൽ എത്തിയപ്പം ഒരു സ്കൂട്ടറുകാരൻ ശക്തി വണ്ടി ഓവർടേക്ക് ചെയ്തു. ബസ് ഓവർടേക്ക് ചെയ്തിട്ട് ഇവന് ഇടത്തെ സൈഡ് ഉണ്ട്. എന്നാലും ഇവ സ്പീഡ് കുറയ്ക്കണില്ല, ആക്സിഡന്റ് ഇതിന് കൂട്ടി കൊടുക്കുക. അപ്പൊ വണ്ടി മുട്ടാറായപ്പോ പുള്ളി ബ്രേക്ക് പിടിച്ചു. ചരലായിരുന്നു, തെന്നി അവിടെ കിടന്നു. അപ്പൊ വണ്ടി ബ്രേക്ക് പിടിക്കാൻ പാടില്ല സ്ഥലങ്ങൾ ഏതൊക്കെയാ? ചരലുള്ളിടത്ത്, ചെളിയുള്ളിടത്ത്,
കേട്ടോ. അങ്ങനെയുള്ള തെന്നും വേണ്ടി ബ്രേക്ക് വേണം. ചരള ചെളി അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ. ബ്രേക്ക് കൊണ്ട് കാരണം പുള്ളിക്ക് ആക്സിഡന്റ് കുറച്ചാൽ മാത്രം മതി. വണ്ടി ഇങ്ങനെ ബസ്സല്ലേ ഓട്ടോക്കാണ്, ബസ്സിന് നല്ല നീട്ടമില്ല. ഓടിച്ചു ചരള തെന്നുന്ന വഴിയുള്ള കേട്ടോ. ചെളിയൊക്കെ ഉള്ളിടത്തുനിന്ന് ബ്രേക്ക് വിടും. അപ്പം വണ്ടി ചവിട്ടി നിർത്തും, വണ്ടി തെന്നിപ്പോവും. അപ്പോൾ വണ്ടിയുടെ ചക്രം എപ്പോഴും ഉരുണ്ടോണ്ടിരിക്കണം ബസ് ഇട്ടാൽ കേട്ടോ. ഇടുങ്ങിയ പാലം കേട്ടോ. 2 വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചേക്കാൻ ഇരിക്കുന്നുണ്ടോ? അത് ഇടുങ്ങിയ പാലം. അത് ഇത് തീർന്നു അടുത്ത് ഓഫായില്ല. ഈ ചിഹ്നം തന്നെ ഇത് ഹമ്പ് കേട്ടോ. നീ എന്നാ ലേണേഴ്സ് പഠിച്ച് നീ എത്ര എണ്ണം എഴുതി ലേണേഴ്സ്? അല്ല എന്നാ എത്ര എണ്ണം എഴുതിയെന്ന്, എത്ര ക്വസ്റ്റ്യൻ? അല്ല നമ്മുടെ അവിടെ 12 എണ്ണം ശരിയാക്കാനുള്ളൂ. അപ്പം നീ എത്ര പോകുന്നു? ഇവിടെ ക്ലാസ് എടുത്ത് കമ്പ്യൂട്ടർ ചെയ്യിപ്പിച്ച് കാണിച്ചല്ലേ. അതുകൊണ്ട് എനിക്ക് ചേച്ചി പറഞ്ഞായിരുന്നു നാളെ ഓൺലൈൻ ടെസ്റ്റിന്റെ ഇതെടുക്കണം. അപ്പൊ ഞാനൊരു ചേച്ചിയോട് ഒരാൾക്ക് എടുത്തു. നമ്മുടെ ട്രാൻസ്പോർട്ടിൽ നിന്ന് ആരും തന്നെ തോറ്റു പോകാൻ. അവനവിടെ നിന്നും എടുക്കും. കൊച്ചിനെ കൊണ്ടുവന്നില്ലേ? ഡാൻസ് വണ്ടി ഓടിക്കും. വേറെ അഭിപ്രായം ഒന്നും പറയില്ലേ, നമ്മൾ ലോകകാര്യം മൊത്തം പറഞ്ഞിട്ട്. ബേക്കെ കല്ല് വെച്ച് നോക്കണം കേട്ടോ. വണ്ടി അവിടെ നിന്ന് വരുമ്പോൾ വണ്ടി പാളി കയറും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇങ്ങനെയുള്ള വഴിക്ക് വണ്ടിക്ക് സ്പീഡ് കൂടുമ്പോൾ കത്തിയൊക്കെ വെള്ളത്തിട്ടിട്ട് നമ്പിക്കത്തിയൊക്കെ വെള്ളത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ലേ, അതുപോലെ വണ്ടി പാളും. ശിഷ്യന്മാര വേണം. അതാണ് ഇവിടെയൊക്കെ തേങ്ങ ഓണം നീട്ടടിച്ചാൽ ബ്രേക്ക് കാലങ്ങ് വെച്ചാണ് കേട്ടോ. അമർത്തി പിടിച്ചാൽ വെക്കണം. ബ്രേക്ക് ചവിട്ടിച്ചുകൊണ്ട് ചവിട്ടിക്കണം. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുക അതാ. ഇതുണ്ടോ, ഇത് 30 കിലോമീറ്റർ താഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്നാലാണെങ്കിൽ വളവ് കറക്റ്റായിട്ട് തിരിഞ്ഞു വരുള്ളൂ. ഈ എല്ലാ സൈൻ ബോർഡും അതിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ. കണ്ടാ പുള്ളിയൊക്കെ ഇവിടെ ഒന്നും ജീവിതത്തിൽ ഓവർടേക്ക് ചെയ്യാൻ കൊള്ളാൻ സ്ഥലമല്ല. ഇവിടെ ചെയ്യുന്നു ചുമ്മാ തോന്നിയ ദിവസം ആൾക്കാർ. അതാ ഈ അപകടം ഉണ്ടാകുന്നത് കേട്ടോ. എവിടെയെങ്കിലും അങ്ങ് ഒതുക്കിക്കുക കേട്ടോ. ഒതുക്കി ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കി നിർത്തുക. 10 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ നിർത്തിക്കോ. ഇവിടെ നിർത്തിക്കോ. എപ്പോഴും എന്നാൽ കയറി പോകണ്ട. അപ്പുറം കൊണ്ടുപോകും.
വലത്തോടെ സ്റ്റിങ് പിടിച്ച് അതിൻ്റെ വെച്ചാണ് വണ്ടി വീട്ടിലേക്ക് അങ്ങനെ ഓക്കെ.